ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഇടണമെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാവച്ചിൻ്റെ ഡെലിവറി ഡേറ്റ് നമ്മൾ റിവീൽ ചെയ്തപ്പോൾ മുതൽ എല്ലാവരും കമൻ്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടും എല്ലാ രീതിയിലും നമുക്ക് കണ്ടിന്യൂ മെസ്സേജ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചേച്ചി ഡെലിവറി ആയി, അതുപോലെ തന്നെ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്നവർ നമുക്ക് നല്ല രീതിയിൽ മെസ്സേജ് ആയിട്ട് കമൻ്റ് ആയിട്ട് എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ അത് നമുക്ക് റീപ്ലേയും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുക്കാനും കാരണം പറ്റുന്നില്ല. അതുപോലെ തന്നെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ഇട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ അത് ഒരുപാട് സങ്കടമുണ്ട്. കാരണം നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വെച്ച് കഴിഞ്ഞാൽ, ചിങ്കുൺ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട്, അതിപ്പോൾ ഓരോ ദിവസം ഇടപെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് അത് റിവീൽ ചെയ്ത് പോകാറുണ്ടായിരുന്നു, എന്താണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ചിങ്കുട് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിങ്കുടിനെ മാനേജ് ചെയ്യണം, പിന്നെ വാവച്ചിനെ നോക്കണം, പിന്നെ ഹോസ്പിറ്റലിൽ ബാക്കി കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം ഞാൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഓടി നടന്ന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഫസ്റ്റ് തന്നെ എല്ലാവരുടെ അടുത്ത് അതൊരു സോറി ചോദിക്കുന്നു. പിന്നെ എല്ലാവരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വാവച്ചിന് ഡെലിവറി കഴിഞ്ഞോ എന്നുള്ളത്. അപ്പോൾ ഗൈസ് ഫൈനലി നിങ്ങളും കാത്തിരുന്ന് ഞാനും കാത്തിരുന്ന് ഞങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ വാവച്ചിന് ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, നോർമൽ ഡെലിവറിയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച പോലെ നോർമൽ ഡെലിവറിയാണ്. എല്ലാവരും വാവച്ചിന് ഡേറ്റ് ഇട്ട് ഏകദേശം കഴിഞ്ഞ്, ഡേറ്റ് എന്നല്ല നമ്മൾ പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ടപ്പോൾ മുതൽ എല്ലാവരും നല്ല രീതിക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്ത് മെസ്സേജായിട്ട് കമൻ്റായിട്ട് ഇടാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ആയി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിങ്കുട് ഉള്ളതുകൊണ്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിങ്കുടുവിന് വെച്ച് കഴിഞ്ഞാൽ ചിങ്കുടുവിന് നമ്മൾ അത്രയും ഞങ്ങളുടെ ഇടയിൽ കിടന്ന് വളർന്ന ഒരാളാണ് ചിങ്കുടു. അപ്പോൾ ചിങ്കുടുവിന് എന്താ പറയുക, ഞങ്ങൾ രണ്ടാളും ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താണ് കുറച്ചെങ്കിലും അമ്മയായിട്ടൊന്ന് സെറ്റ് ആവണത് കൊണ്ട് ആളൊന്ന് ഒതുങ്ങിയിരുന്നു. പക്ഷെ എന്നാലും എനിക്കാണെങ്കിൽ ഇപ്പോൾ വാവച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആ പെയിന് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വാവച്ചിക്ക് ചിങ്കുടു എന്നുള്ളൊരു ഇതുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചിങ്കുടുവിനെ ഇപ്പോൾ രാവിലെയൊക്കെ ചിലപ്പോൾ അമ്മൻ്റെ അടുത്ത് വിടാറുണ്ട്. ഞങ്ങൾ ആവശ്യങ്ങൾ എന്താണ് ടൗണിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ചിങ്കുടുവിനെ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചിങ്കുടുവിനെ വിളിക്കും, അങ്ങനത്തെ ഒരു ഇതാണല്ലോ. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ വാർഡിൻ്റെ ഉള്ളിൽ കയറി അത്രയും ടൈം ചിങ്കുടുമായിട്ട് യാതൊരു കോണ്ടാക്റ്റ്, ചിങ്കുടിനെ കാണാനോ കാര്യങ്ങളോ വിളിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. കാരണം വിളിക്കുക കാണുന്നെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിങ്കുടു അപ്പോൾ വയലൻ്റ് ആവും, അത് ഞങ്ങളുടെ അടുത്ത് വരണം എന്നുള്ളൊരു ഇതാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താഴത്തായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ലേബർ വാർഡ് വരുന്നത്, സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ ഞാൻ ലേബർ വാർഡിൻ്റെ അധികം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അമ്മ മേലെ ചിങ്കുടിന് നിന്നിട്ട് ഉറക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ കാണാണ്ട് ഒളിഞ്ഞൊളിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിങ്കുടു കണ്ടു കഴിഞ്ഞാൽ ചിങ്കുടു ഭയങ്കരമായിട്ട് അത് എന്താ പറയുക, ഒരുമാതിരി സങ്കടം വരികയാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ചിങ്കുടിനെ കാണാണ്ടാണ് നടക്കണ്ടായിരുന്നു. വേറെ വഴിയില്ല, കണ്ടു കഴിഞ്ഞാൽ ആൾ കുറച്ചുകൂടെ ഒന്ന് ഇതാവും. പിന്നെ ഫസ്റ്റ് ഡേ വന്നിട്ട് ചിങ്കുടു കാണാതെ നല്ല കരഞ്ഞ സമയത്ത് ഞാൻ പോയി റൂമിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് വാവച്ചിനൊപ്പം ലേബർ വാർഡിൽ ഇരുത്തിയ സമയത്ത് ചിങ്കുടും വാവച്ചിനെ എന്താ പറയുക അത്രയും ഒരുമാതിരി ഉമ്മയൊക്കെ കൊടുത്തിട്ട് നല്ല രീതിക്ക് അവർ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ചിങ്കുടുവിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളില്ലാണ്ട് പറ്റില്ല. കാരണം അങ്ങനെയാണ്, ഞങ്ങളുടെ ഇടയിൽ തന്നെ കിടന്ന് വളർന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിങ്കുവിന് അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ഫസ്റ്റ് ഡേ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആളൊന്ന് സെറ്റായി. ചിങ്കുടിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്കുട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. ആ ഒരു പ്രായത്തിലാണെങ്കിൽ ആൾ നല്ല രീതിക്ക് മനസ്സിലാക്കിയെടുക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡേ മുതൽ ആളൊന്ന് റെഡിയായി വന്നതാണ്. ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്. ഇപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ചിങ്കുടിനെയും കാര്യങ്ങളും കാണിച്ചു കൊടുക്കണം. ചിങ്കുടിൻ്റെ എന്താണ് അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല, റിയാക്ഷനും കാര്യങ്ങളും എന്താണെന്നും അറിയില്ല. തന്നെ വാവച്ചിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാലോ, വാവച്ചി വീട്ടിൽ നിന്നൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്ന സമയത്ത് കുറച്ചൊന്നും ആൾക്കും മടിയായിരുന്നു. കാരണം കഴിഞ്ഞ പ്രഗ്നൻസി പോലെയല്ല ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവച്ചിക്ക് ചിങ്കുടു ഉള്ളത് കൊണ്ട് ചിങ്കുടിനെയും മാനേജ് ചെയ്യണം, ഇതും കൂടി നോക്കണം എന്നുള്ളതുകൊണ്ട് ഒരുപാട് ടയേർഡ് ആയതുകൊണ്ട് അധികം ചെയ്യാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഗൈസ് ഫുള്ള് എന്താ പറയുക, ഞാൻ വിചാരിച്ചില്ല വാവച്ചി ആ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായത് വാവച്ചി ഫുള്ള് ഓട്ടം, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ചിങ്കുടിൻ്റെ സമയത്ത് വാവച്ചിക്ക് ബ്ലീഡിങ് വന്ന് പെയിന് സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ പെയിന് വരാത്തത് കൊണ്ട് വാവച്ചിക്ക് നല്ല രീതിക്ക് വാവച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പെയിന് വരാൻ വേണ്ടിയിട്ട് മരുന്ന് വെച്ചതിന് ശേഷമാണ് വാവച്ച് മൊത്തത്തിൽ ഡൗൺ ആയത്. കാരണം നമ്മൾ നാച്ചുറലായിട്ട് വരുന്ന പെയിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതല്ലാതെ ഈ മരുന്നും കാര്യങ്ങളും വെച്ചിട്ട് വരുന്ന പെയിന് നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് വാവച്ചിക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും വാവച്ചിനടുത്ത് എന്താ പറയുക, വാവച്ചിനടുത്ത് പറയാനുള്ള വാവച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്ത് സിസേറിയൻ ആവാതെ നോർമൽ ഡെലിവറി ആയി.
അപ്പോൾ പ്രാർത്ഥിച്ചവർക്കും ഒരുപാട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർമാർ അവർ കൂടെ തന്നെ നിന്നിട്ട് വാവച്ചിക്ക് വേണ്ട എക്സസൈസും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ നിന്നിട്ട് കണ്ടിന്യൂ വാവച്ചിക്ക് എന്തൊക്കെയാണ് ഗൈഡ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് അവരും ഉറക്കമില്ലാതെ തന്നെയാണ് നമ്മുടെ കൂടെ തന്നെ നിന്നത്. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യം മനസ്സിലാവും, പക്ഷേ എന്നാലും അവർ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് നോർമൽ ആക്കണം എന്നുള്ളൊരിതിൽ നമ്മുടെ കൂടെ തന്നെ നിന്ന് നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം നമുക്ക് ചിങ്കുവിൻ്റെ ടൈമിൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ സെക്കൻഡ് ടൈമും അവിടെ തന്നെ പോകാൻ കാരണം കേട്ടോ. ഇത് അവർക്ക് വേണ്ടിയിട്ടൊരിത് പറയല്ല, ഞങ്ങൾ നോർമലി ഒരിത് വെച്ച് പറയണം, നമുക്കൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. അതുപോലെ തന്നെ ഗൈസ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടോ? കാരണം നമ്മൾ ബോയ് ഓർ ഗേളുടെയൊക്കെ പോസ്റ്റിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നല്ലോ വോട്ട് ചെയ്യുന്നത് പോലെ. അപ്പോൾ അതിൽ തന്നെ കുറേ പേര്, അതായത് ബോയ്ക്കും ഗേളിനും കണ്ടിന്യൂ നല്ല രീതിക്ക് ഏകദേശം ഒരേ പേഴ്സൻറ്റേജ് തോന്നുന്നു വോട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും അത് ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്രയും പേര് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും എന്ത് കുട്ടിയാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ഞാനതിപ്പോൾ റിവീൽ ചെയ്യണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വാവച്ചിയും കൂടി വന്നിട്ട് ഞാനും വാവച്ചിയും കൂടി ഇരുന്നിട്ട് ജെൻഡർ റിവീൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് അങ്ങനെ തന്നെ ആയിരുന്നു. അത് നമ്മളൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകല്ല. ജെൻഡർ റിവീൽ ചെയ്യുമ്പോൾ വാവച്ചിയും കൂടെ വേണമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഫസ്റ്റ് അതേ സെയിം തന്നെയാണ് വാവച്ചിയും ഞാനും വന്നിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്താ പറയുക, അത് വാവച്ചിയും കൂടി ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും വിചാരിക്കും. ഞാനിപ്പോൾ വന്നുകൊണ്ട് ആൺകുട്ടിയാണ് ആൺകുട്ടി, പെൺകുട്ടിയാണ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുമ്പോൾ അതെന്തോ ഒരു ഇതില്ല. എനിക്ക് ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേര് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇത്രയും പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു മറുപടിയും കാര്യങ്ങളും തരാതിരുന്നത് ഭയങ്കര മോശമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഡെലിവറി കഴിഞ്ഞു എന്നുള്ളത് ഞാൻ പെട്ടെന്ന് റിവീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്ന് വാവച്ചി വന്നിട്ട് ഞാനും വാവച്ചും കൂടി റിവീൽ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും വേണ്ടി ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും തുടർന്ന് വാവച്ചിയും കുട്ടിക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വാവച്ചിനെ പോലെ തന്നെ ഡെലിവറി ആവണം ഈ മന്ത് കുറേ പേരുണ്ട്, ജനുവരിയിൽ കുറേ പേരുണ്ട്. ഞങ്ങൾ കമൻറ്റൊക്കെ കൂടുതൽ വായിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും സേഫായിട്ട് എല്ലാവർക്കും നോർമൽ ഡെലിവറി ആവട്ടെ, ആർക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും നല്ല രീതിക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ എല്ലാവരുടെയും. അപ്പോൾ ഗൈസ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, ജെൻഡർ റിവീൽ പെട്ടെന്നുണ്ടാവും, ഒരുപാട് നീട്ടിക്കൊണ്ടുപോകില്ല. വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഗൈസ് വെയിറ്റ് ചെയ്യുക.